പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2026 ജൂലൈ മാസം 16 വ്യാഴാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കൈകളെ ഉയർത്തിപ്പിടിച്ചിട്ട് കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞു. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചിട്ട് ഒന്നോർത്ത് നോക്കി എത്ര അത്ഭുതകരമായിട്ട് കഴിഞ്ഞ പകൽക്കാലം സൂക്ഷിച്ചത്. കർത്താവിന് നന്ദിയോടെ സ്തോത്രം പറഞ്ഞാട്ടെ. കഴിഞ്ഞ രാത്രികാലവും കർത്താവ് നമ്മളെ അത്ഭുതകരമായി സൂക്ഷിച്ചു. ആമേൻ. സ്വസ്ഥമായി ഉറങ്ങുവാൻ കർത്താവ് സഹായിച്ചു. നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ നമ്മളെ എഴുന്നേൽപ്പിച്ച് ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കായിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ട് എല്ലാവരും അല്പസമയം കൂടെ കർത്താവിന് നന്ദി പറഞ്ഞ് ഈ പകൽക്കാലം നമ്മളെ ജയോത്സവമായി നടത്തുന്ന കർത്താവിന് ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അത്ഭുതമായി നടത്തുന്ന കർത്താവിന്, ശ്രേഷ്ഠമായി നടത്തുന്ന കർത്താവിന്, അതിശയമായി നടത്തുന്ന കർത്താവിന് സന്തോഷത്തോടെ സ്തോത്രം പറഞ്ഞാട്ട് കർത്താവ് നല്ലവനാകുന്നു. കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളതാണ്. ഒന്നുകൂടെ കരമുയർത്തി പറയാം. കർത്താവ് നല്ലവനാകുന്നു. കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളതാണ്. ഒരിക്കലൂടെ പറഞ്ഞ് കർത്താവ് നല്ലവനാകുന്നു. കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. ആമേൻ. ഒരിക്കലൂടെ പറഞ്ഞ് കർത്താവ് നല്ലവനാകുന്നു. കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ വൻ കൃപകൾക്കായിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. കർത്താവിൻ്റെ വൻ കൃപകൾക്കായിട്ട് സ്തോത്രം പറഞ്ഞാട്ടെ. ആമേൻ. 47 സംഗീതത്തിന് എങ്ങനെയാണ് പറയുന്നത്? സകല ജാതികളുമായുള്ളവരെ കൈകൊട്ടുവീൻ, ജയഘോഷത്തോടെ ദൈവസന്നിധിയിൽ ആർക്കുവീൻ. അത്യുന്നതനായ യഹോവ ഭയങ്കരൻ, കർത്താവ് സർവ്വഭൂമിക്കും മഹാരാജാവാകും. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ചാട്ടെ. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നല്ല പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് അങ്ങേക്ക് നന്ദി പറയുന്നു. അപ്പോൾ ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരെയും ഞങ്ങൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. തൻ്റെ കുഞ്ഞുങ്ങളുടെ സകല ആവശ്യങ്ങൾ ഇന്നൊരു ദൈവിക ഇടപെടലിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ പ്രത്യേകിച്ച് കർത്താവെ, വിശ്വാസത്തോടെ ഇന്ന് ഈ പ്രാർത്ഥനയിൽ പങ്കാളികളാകുമ്പോൾ ആമേൻ, വിശ്വസിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ പ്രവൃത്തി കാണാൻ കഴിയും, ദൈവത്തിൻ്റെ മഹത്വം കാണാൻ കഴിയും. ഞങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കും. ആമേൻ. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ ഹൃദയ സംബന്ധമായ രോഗങ്ങളും സൗഖ്യമാകട്ടെ. ഹൃദയ സംബന്ധമായ രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. രക്തക്കുഴലുകൾ, ഹൃദയത്തിലേക്കുള്ള രക്തക്കുഴലുകളിൽ ഉണ്ടായിരിക്കുന്ന പ്രോബ്ലംസ് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. വാൽവ് സംബന്ധമായ രോഗങ്ങൾ സൗഖ്യമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഹൃദയത്തിൻ്റെ ഇടിപ്പ് നോർമലാകട്ടെ. ഹൃദയത്തിൻ്റെ ഇടിപ്പ് നോർമലാകട്ടെ. ബ്ലഡ് പ്രഷർ നോർമലാകട്ടെ. ഹൃദയ സംബന്ധമായ രോഗങ്ങൾ ഇപ്പോൾ ഈ പ്രഭാതത്തിൽ യേശുവിൻ്റെ നാമത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ യേശുവിൻ്റെ അടിപ്പെടാനുള്ള സൗഖ്യം സ്വീകരിക്കുക. സൗഖ്യമാകട്ടെ, സൗഖ്യമാകട്ടെ. കർത്താവ് കൊടുത്ത ആരോഗ്യത്തിനും സൗഖ്യത്തിനും നന്ദി പറയുന്നു. അതുപോലെ കർത്താവെ, ഞങ്ങൾ ഈ പ്രഭാതത്തിൽ ജോലിയില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് വഴി തുറന്നു കൊടുക്കണം. സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് അവരെ വിടുവിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ വലിയ ഇടപെടൽ അവരുടെ ജീവിതത്തിൽ നടക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വേണ്ടുന്നവണ്ണം പഠിക്കുവാൻ ആവശ്യമായ ബുദ്ധിയും ജ്ഞാനവും ദൈവകൃപയും കൊടുത്ത് അനുഗ്രഹിക്കണം. ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഇവരെ അനുഗ്രഹിക്കുക. കർത്താവിൻ്റെ നാമം തൻ്റെ കുഞ്ഞുങ്ങളുടെ മഹത്വപ്പെടും. കർത്താവെ, ഇന്ന് ഈ പ്രഭാത സന്ദേശം നിൻ്റെ കുഞ്ഞുങ്ങൾ കേൾക്കുന്നത് ഇവർക്ക് അനുഗ്രഹമായി തീരട്ടെ. ഇവരുടെ തലമുറയ്ക്ക് അനുഗ്രഹമായി തീരട്ടെ. ഇവരുടെ കുടുംബത്തിന് അനുഗ്രഹമായി തീരട്ടെ. കർത്താവിൻ്റെ നന്മകൾ കൊണ്ട് അവരെ നിറയ്ക്കുന്നതിനായിട്ട് സ്തോത്രം. അപ്പോൾ ഈ പ്രഭാതത്തിൽ ലോകമെമ്പാടും കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നവരെ ഞങ്ങൾ ബ്ലസ് ചെയ്യുന്നു. കർത്താവിൻ്റെ കൃപ അവരോട് കൂടെ ഉണ്ടായിരിക്കണം. പ്രത്യേകിച്ച് നാളെ നടക്കുവാനുള്ള സഭായോഗം അനുഗ്രഹ സമ്പൂർണ്ണമായി തീരട്ടെ. ദൈവ പ്രവൃത്തി കണ്ട് സന്തോഷിപ്പാൻ കർത്താവ് ഇടവരുത്തണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വലിയ ദൈവത്തിൻ്റെ ഫേവർ ഇന്നത്തെ പകൽക്കാലം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യട്ടെ. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ഡിക്ലെയർ ചെയ്യുക, ഇന്ന് ഈ പകൽക്കാലം ഇതുവരെ അനുഭവിക്കാത്തതുപോലുള്ള ദൈവിക ഫേവറുകളെ എക്സ്പീരിയൻസ് ചെയ്യുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. നമുക്ക് നാളെ രാവിലെ ഇന്ത്യൻ സമയം 8 മണിയോടുകൂടെ നമ്മുടെ സഭായോഗം ആരംഭിക്കും. നിങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. സഭായോഗത്തിന് വേണ്ടി ശക്തിയോടെ പ്രാർത്ഥിക്കുക. കർത്താവ് വലിയ കാര്യങ്ങളെ ഈ സഭായോഗത്തിൽ ചെയ്യും. കർത്താവിൻ്റെ നാമം അതിലൂടെ മഹത്വപ്പെടുവാൻ ഇടവരും. 46 സങ്കീർത്തനത്തിൽ കോരഹപുത്രന്മാരുടെ സങ്കീർത്തനമാണ്. അവർ പറയുക, ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. ഇതിനകത്ത് 3 കാര്യങ്ങളാണ്
കോരഹപുത്രന്മാർ തങ്ങളുടെ കർത്താവിനെക്കുറിച്ച് വിശദീകരിക്കും. ഒന്ന്, ദൈവം നമ്മുടെ സങ്കേതമാകുന്നു, ദൈവം നമ്മുടെ ബലമാകുന്നു. കരമുയർത്തി പറ, കർത്താവ് എൻ്റെ സങ്കേതമാകുന്നു, കർത്താവ് എൻ്റെ ബലമാകുന്നു. ഒരിക്കലൂടെ പറഞ്ഞു, കർത്താവ് എൻ്റെ സങ്കേതമാകുന്നു, കർത്താവ് എൻ്റെ ബലമാകുന്നു. അടുത്ത് പറഞ്ഞ, കഷ്ടങ്ങളിൽ, പ്രശ്നങ്ങളുടെ നടുവിൽ, പ്രയാസങ്ങളുടെ നടുവിൽ, വേദനകളുടെ നടുവിൽ, ബുദ്ധിമുട്ടുകളുടെ നടുവിൽ കർത്താവ് എനിക്ക് ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. കർത്താവ് എനിക്ക് ഏറ്റവും അടുത്ത തുണയായിരിക്കും. ഇന്ന് ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ പ്രിയപ്പെട്ടവരെ, ഭയങ്കര ഒരു ആശ്വാസമാണ് ഈ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമുക്ക് കൈമാറുന്നത്. നമ്മുടെ ഏത് വിഷയങ്ങളുടെ നടുവിലും, വേദനകളുടെ നടുവിലും, ബുദ്ധിമുട്ടുകളുടെ നടുവിലും നമുക്ക് ആശ്വാസമായ ഒരുവനുണ്ട്. അവൻ്റെ പേരെത്ര? യേശുവാ. യേശു. അവൻ മാറിപ്പോകാത്തവൻ, അവൻ മറന്നു കളയാത്തവൻ, അവനെപ്പോഴും കൂടെ ഇരിക്കുന്നവൻ. അതുകൊണ്ടാണ് എപ്പോഴും തിരുവഴുത്തി പറഞ്ഞ ധൈര്യമായിരിക്കുക, കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന ദൈവപൈതലെ, ധൈര്യമായിരിക്കെ, കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. സമാധാനമായിരിക്കെ, കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. സ്വസ്ഥമായിരിപ്പ്, കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ആമേൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെ ഇരിക്കും. എല്ലാ നാളും എന്ന് പറഞ്ഞാൽ ഇൻ എവരി ഒക്കേഷൻസ്, എവരി സീസൺ, എല്ലാ സാഹചര്യങ്ങളിലും, എല്ലാ അവസ്ഥകളിലും കൂടെ നിൽക്കുമെന്നാണ് പറഞ്ഞു. അല്ലാതെ സന്തോഷം വരുമ്പോൾ മാത്രം കൂടെ നിൽക്കുകയല്ല, അവൻ പ്രശ്നം വരുമ്പോൾ ഓടിപ്പോവുകയല്ല. ഏത് പ്രതിസന്ധികളുടെ നടുവിലും, രോഗത്തിൻ്റെ നടുവിലും, ബുദ്ധിമുട്ടുകളുടെ നടുവിലും നമ്മുടെ കൂടെ നിൽക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. അവൻ ചന്ദ്രക്ക് മേശകബദിനോ അവർ അഗ്നികുണ്ഡത്തിൽ അവരെ എടുത്തെറിഞ്ഞപ്പോൾ അവർ കൂടെ നാലാമനായി ഇറങ്ങി നിന്നു. കഷ്ടതയുടെ നടുവിൽ, തീച്ചൂളയ്ക്ക് നടുവിൽ, അഗ്നിശോധനയുടെ നടുവിൽ അവരുടെ കൂടെ ഇറങ്ങി നിന്നു. അതുകൊണ്ട് ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ നമുക്കൊരു ഭയങ്കര ഒരു ബോധ്യവും ഒരു ഉറപ്പും വേണം. എൻ്റെ കർത്താവ് എപ്പോഴും എൻ്റെ കൂടെയുണ്ട്. എൻ്റെ കർത്താവ് എന്നെ ഒരിക്കലും കൈവിടത്തില്ല. എൻ്റെ കർത്താവ് ഒരിക്കലും എന്നെ മറന്ന് കളയത്തില്ല. എൻ്റെ കർത്താവ് എന്നെ കൈവിട്ട് കളയത്തില്ല. അതുകൊണ്ട് നമുക്ക് എന്തുണ്ടാകണം? ഉറപ്പും ഉണ്ടാകണം, ധൈര്യവും ഉണ്ടാകണം. ഉറപ്പും ഉണ്ടാകണം, ധൈര്യവും. എപ്പോഴും കർത്താവിലൊരു പൂർണ്ണ ധൈര്യം വേണം. കർത്താവ് എന്നെ കൈവിടത്തില്ല, കർത്താവ് എന്നെ ഉപേക്ഷിക്കത്തില്ല, കർത്താവ് എൻ്റെ കൂടെയുണ്ട്, കർത്താവ് എന്നെ കൈപിടിച്ച് നടത്തും. ആ ഒരു ഉറപ്പ്, ആ ഒരു ധൈര്യം നമുക്കുണ്ടാകണം. അങ്ങനെ വരുമ്പോൾ പ്രിയപ്പെട്ടവരെ, അനാവശ്യമായ വറീസുകൾ, ടെൻഷനുകളെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് അങ്ങ് മാറിപ്പോകും. കാരണം കർത്താവിൻ്റെ കൂടെ ഉണ്ടല്ലോ, എന്നെ ആശ്വസിപ്പിക്കുവാൻ, എന്നെ സമാധാനിപ്പിക്കുവാൻ, എന്നെ സംരക്ഷിപ്പിക്കുവാൻ, എന്നെ ബലപ്പെടുത്തുവാൻ എൻ്റെ കൂടെ എൻ്റെ കർത്താവുണ്ട്. കർത്താവ് എൻ്റെ സങ്കേതമാകുന്നു, കർത്താവ് എൻ്റെ ബലമാകുന്നു. കർത്താവ് കഷ്ടങ്ങളിൽ എനിക്ക് ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. അതുകൊണ്ട് ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഏതവസ്ഥയിലാണെങ്കിലും ആ അവസ്ഥയിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ കരങ്ങളെ ഉയർത്തി പറ, ഈ കർത്താവ് എനിക്ക് സങ്കേതമാകുന്നു, കർത്താവ് എൻ്റെ കൂടെയുണ്ട്, കർത്താവ് എന്നെ മറന്ന് കളയത്തില്ല. ഹല്ലേലൂയ. കർത്താവ് നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ട് ആമേൻ, നമ്മളെ സംരക്ഷിക്കുക മാത്രമല്ല, നമ്മളെ വിടുവിക്കുക മാത്രമല്ല, ആമേൻ, അതുമാത്രമല്ല, നമ്മളിലൂടെ അവൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്തുകയും ചെയ്യും. ഹല്ലേലൂയ. അത് ആമേൻ. നമ്മൾ നോക്കുമ്പോൾ ആ ദാനിയേലിൻ്റെ പുസ്തകത്തിൽ കണ്ട 3 സഹോദരന്മാരെ സംരക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്യുക മാത്രമല്ല, അവർക്ക് ചില പ്രമോഷനും അവിടെ കൊടുക്കാനിട വന്നു, സ്ഥാനക്കയറ്റം കൊടുത്തു. ഇതുപോലെ കർത്താവ് നമ്മളെ സംരക്ഷിക്കും, കർത്താവ് നമ്മളെ വിടുവിക്കും. ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന സാഹചര്യത്തിനകത്ത് ദൈവത്തിൻ്റെ കാര്യം പ്രവർത്തിക്കുമ്പോൾ അവിടെ നിങ്ങൾക്കൊരു വലിയ ഉയർച്ചയും മുന്നേറ്റവും കർത്താവ് തരും. ഈ വചനങ്ങളാൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ ദിവസങ്ങളിൽ ഉറപ്പും ധൈര്യവും ഉള്ളവരായിരിക്കുക. കർത്താവ് നമ്മുടെ പക്ഷത്തുണ്ട്, കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ഏതവസ്ഥയിലും കർത്താവിൻ്റെ കരം നമ്മുടെ കൂടെയുണ്ട് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ കഷ്ടതയുടെയും പ്രയാസത്തിൻ്റെയൊക്കെ നടുവിൽ ദൈവം നിങ്ങൾക്ക് വലിയ ഉയർച്ച ഒരുക്കിയിട്ടുണ്ട്. ആ ഉയർച്ച പ്രാപിക്കുക. കർത്താവ് നിങ്ങളെ ഈ വചനത്താൽ അനുഗ്രഹിക്കട്ടെ. അവൻ കരങ്ങൾ ഉയർത്തി പറയും, എൻ്റെ തലയെ കർത്താവ് എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും, എൻ്റെ പാനപാത്രം നിറഞ്ഞു കവിയും, നന്മയും കണ്ണേൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. അവൻ നമ്മൾ ആകാശത്തിൽ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചേ പെരുകും. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു.